എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രം. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും, സജ്ജനങ്ങളുടെ സഹായം ലഭിക്കും, അഭിവൃദ്ധിയും ശുഭപ്രതീക്ഷയും ഉണ്ടാകും, കലാരംഗത്ത് പുതിയ കൂടിച്ചേരലുകൾ ഉണ്ടാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും, കാര്യങ്ങൾ അനുകൂലമാകും, പ്രയത്നം സഫലമാകും, ദാമ്പത്യ ജീവിതം സമാധാനപൂർണ്ണമാകും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സുഹൃത്തുക്കളുടെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കും, ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് അനുകൂലമായ സമയം, ബന്ധുജനങ്ങളെ കണ്ടുമുട്ടും, വിദേശത്തു നിന്നും ശുഭവാർത്തകൾ ശ്രവിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. സന്താനങ്ങൾ മൂലം സന്തോഷം ലഭിക്കും, കലാമത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും, ബന്ധുക്കൾ ശത്രുക്കളാകും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ബുദ്ധി സാമർഥ്യം മുഖേന പല ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടും, സുഖാനുഭവങ്ങൾ ഉണ്ടാകും, സ്വന്തം തൊഴിൽ സ്ഥാപനത്തിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട ലാഭം കൊയ്യുവാൻ സാധിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പല വിഷമഘട്ടങ്ങളിൽ നിന്നും മോചനം ലഭിക്കും, സഹനശക്തിയും ക്ഷമയും നിമിത്തം വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടും, നൂതന പദ്ധതികൾ നടപ്പിലാകും, ഭാവി കരുപ്പിടിപ്പിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. അന്യരുടെ കഷ്ടപ്പാടിലും ദുഃഖത്തിലും കാരുണ്യം തോന്നും, ദൈവിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കും, പിതാവിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും, ദാമ്പത്യ സുഖം ഉണ്ട്, അതുപോലെ തന്നെ വിജയം കാണുന്നുണ്ട്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. വിശേഷ വസ്ത്രാഭരണാദികൾ സമ്മാനമായി ലഭിച്ചേക്കാം, ഔദ്യോഗിക മേഖലയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ ഇടയുണ്ട്, ആത്മവിശ്വാസം വർദ്ധിക്കും, സാമ്പത്തിക കാര്യങ്ങളിൽ സമാധാനം ഉണ്ടാകും, പ്രയത്നത്തിന് തക്ക പ്രതിഫലം കിട്ടും. അടുത്തത് മകം നക്ഷത്രമാണ്. എല്ലാ കാര്യത്തിലും അവസാനം താല്പര്യക്കുറവ് അനുഭവപ്പെടും, ഏത് തൊഴിൽ ചെയ്താലും തക്ക പ്രതിഫലം ലഭിക്കുവാൻ തടസ്സം നേരിടും, ചിന്താഗതിയിലുണ്ടാകുന്ന സംഗതികൾ പ്രായോഗികമാക്കുവാൻ നന്നേ ബുദ്ധിമുട്ടും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ആരോഗ്യപരമായി നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം ലഭിക്കും, സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ജോലിഭാരം കൂടുന്നത് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും, പങ്കുകച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകും, വിദേശവാസം ഉണ്ടാകും, വാഹനങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും, മനസ്സിൽ ആഗ്രഹിച്ച സംഗതികൾ അപ്രതീക്ഷിതമായി നടന്നതിനാൽ അത്ഭുതപ്പെടും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. കാര്യവിജയം, തൊഴിൽ ലാഭം, സ്ഥാനക്കയറ്റം, അംഗീകാരം, സ്ത്രീകൾ കാരണം സുഖവും സമാധാനവും, ആഗ്രഹ സാഫല്യം, പുരോഗതി എന്നിവ ഉണ്ടാകും. അടുത്തത് ചോതി നക്ഷത്രമാണ്. വ്യാപാര വിതരണ വിപണന മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ വന്നു ചേരും, ലളിതകലകളിൽ താല്പര്യം പ്രകടിപ്പിക്കും, പുതിയ അവസരങ്ങൾ ലഭിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. തൊഴിൽ രംഗങ്ങളിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്, ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും, ശുഭാപ്തി വിശ്വാസം ദൃശ്യമാക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. കുടുംബ സ്വത്ത് സംബന്ധമായ തർക്കം നിയമപരമായി നേരിടുവാൻ തീരുമാനിക്കും, സന്താനങ്ങൾ മൂലം കഷ്ടപ്പാടുകൾ അനുഭവത്തിൽ വരും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. സ്ത്രീകൾക്ക് അംഗീകാരം ലഭിക്കും, ഉദ്ദേശ സംഗതികൾ നടപ്പിലാക്കുവാൻ സാധിക്കും, ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളുടെ കൂടെ സമീപനം, സാന്നിധ്യം എന്നിവയൊക്കെ സമാധാനത്തിന് വഴിയൊരുക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശ വിഷയത്തിൽ വിവിധ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും, സുഖാനുഭവങ്ങൾ ഉണ്ടാകും, ഇഷ്ടഭക്ഷണ ലബ്ധി ഉണ്ടാകും, വിമർശിച്ചു കൊണ്ടിരുന്നവർ അനുകൂലിച്ച് സംസാരിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ അനുമതി ലഭിക്കും, സൽകീർത്തിക്ക് യോഗം ഉണ്ട്, ധനലഭ്യതയുണ്ട്, ബുദ്ധിപരമായ കാര്യങ്ങൾ നിർവഹിക്കും. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാനും അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും, എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും, ധനാഗമത്തിന് അനുകൂലമായ സാഹചര്യമാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. വിജ്ഞാനപ്രദമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ആർജിക്കുവാനുള്ള അവസരം ഉണ്ടാകും, ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും, പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. പ്രകൃതി ജീവന ഔഷധ രീതികളും പ്രാണായാമവും വ്യായാമവും യോഗയും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തും, കളത്ര ദുഃഖം ഉണ്ടാകും, പരിശ്രമങ്ങൾക്ക് അനുകൂല ഫലം ലഭിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. കർമ്മമണ്ഡലങ്ങളിൽ അനുഭവ ഗുണം കുറയും, ആരോഗ്യമായി കരുതൽ വേണം,
ക്ഷമ, വിനയം എന്നിവ മൂലം പ്രതികൂലമായ സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ സാധിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. ചതി, വഞ്ചന എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുത്ത് നടത്തുന്നതായിരിക്കും ഉചിതം. ധനച്ചിലവ് വളരെ വർദ്ധിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ഒഴിഞ്ഞു പോവുക. ജോലിയിൽ സ്ഥലം മാറ്റത്തിന് സാധ്യത. മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകും. അന്യദേശവാസം കാണുന്നുണ്ട്. അടുത്തത് രേവതി നക്ഷത്രമാണ്. യാത്രകൾക്ക് തടസ്സം ഉണ്ടാകാം. വീട്ടിൽ നിന്നും അകന്ന് താമസിക്കുവാൻ ഇടവരും. സന്താനങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ വർദ്ധിക്കും. സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ കുറയുവാൻ ഇടയുണ്ട്. കുടുംബകലഹം ഉണ്ടാകാതെ നോക്കണം. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കരുതൽ വേണം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.